ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ചോദ്യമാണിത്. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആകുന്ന ഇൻ്റർവെൽ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത്. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എന്തായിരിക്കും ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് വരിക? വളരെ ഈസി അല്ലേ. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത 2x മൈനസ് 4x ഡെറിവേറ്റീവ് 4 കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെത് 1, അപ്പോൾ -4 × 1 -4 തന്നെ വരും. 6 കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0. അതായത് അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x - 4 കിട്ടും. ഇനി എങ്ങനെ ഇൻ്റർവെൽ കണ്ടെത്തുന്നല്ലേ? ഈസി. ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ ഈ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 2x - 4 ഗ്രേറ്റർ ദാൻ 0 ആകുന്ന എക്സുകൾ ഏതാണെന്ന് നോക്കുക. അതായിരിക്കും ഇൻക്രീസിങ് ഇൻ്റർവെൽ വരിക. നോക്ക്, ഈ -4 അങ്ങോട്ട് പോയാൽ 2x ഗ്രേറ്റർ ദാൻ 4, അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 4/2 എന്ന് വരും. 4/2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 2. ഇവിടുത്തെ കേസിൽ അതേപോലെ തന്നെ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് 2x - 4 ലെസ് ദാൻ 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 2x ലെസ് ദാൻ 4 ആയിരിക്കും, ശരിയല്ലേ? എക്സ് ലെസ് ദാൻ 4/2, 4/2 എന്ന് പറഞ്ഞാൽ 2, അപ്പോൾ എക്സ് ലെസ് ദാൻ 2 ആയിരിക്കും. ഇവിടെ നമ്മൾ ഇനി എങ്ങനെ ഈ ആൻസറിലേക്ക് എത്തുക? എക്സ് 2-നേക്കാളും കൂടുതലാണെങ്കിൽ, നോക്കണേ, എക്സ് 2-നേക്കാളും കൂടുതലാണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്. കാരണം എക്സ് 2-നേക്കാളും കൂടുതലാവുമ്പോൾ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആവും. എക്സ് 2-നേക്കാൾ കുറവാണെങ്കിൽ ഫംഗ്ഷൻ ആക്ച്വലി എന്താ? ഡിക്രീസിങ് വാ. അപ്പോൾ എക്സ് 2-നേക്കാൾ കൂടുതലാണോ? 2 വേണോ? വേണ്ട. അപ്പോൾ 2-നേക്കാളും കൂടുതലുള്ളത് എന്ന് പറയുമ്പോൾ എവിടെ മുതൽ എവിടെ വരെയാ? 2 മുതൽ എവിടെ വരെ പോകും? ഇൻഫിനിറ്റി വരെ. ഇതാണ് ഇൻക്രീസിങ് ഇൻ്റർവെൽ. എക്സിൻ്റെ വാല്യൂ 2-നേക്കാളും കുറവാകുന്ന സമയത്താണ് ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആവുക. 2-നേക്കാളും കുറവ് എന്ന് പറഞ്ഞാൽ -∞ വരെ വരും. -∞ അല്ലേ ചെറുത്, അപ്പോൾ -∞ to 2. ഇതാണ് ഡിക്രീസിങ് ഇൻ്റർവെൽ. കാര്യം പിടി കിട്ടിയോ? എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്, പഠിച്ചിരിക്കണം.